this video, I am going to discuss about internal grinders. So we are currently discussing about types of grinding machines, surface grinding machine, second one cylindrical grinding machine, third one internal grinding machine, and last one is tool and cutter grinding machine. So in last video, up to cylindrical grinding machines we have discussed. So next classification is internal grinding machines. See, internal grinding machines are commonly used for grinding internal whole surface of a workpiece. There are mainly five types of internal grinding machines: plain internal grinder, universal internal grinder, chucking internal grinder, centerless internal grinder, and planetary internal grinder. So these are the classification of internal grinding machines. Internal grinding machines commonly യൂസ് ചെയ്യുന്നത് ഇന്റേണൽ ഹോൾ സർഫസുകൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻസിന് 5 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡർ, യൂണിവേഴ്സൽ ഇന്റേണൽ ഗ്രൈൻഡർ, ചക്കിംഗ് ഇന്റേണൽ ഗ്രൈൻഡർ, സെൻട്രലെസ് ഇന്റേണൽ ഗ്രൈൻഡർ, ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് പ്ലാനറ്ററി ഇന്റേണൽ ഗ്രൈൻഡർ. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡർ. സി, പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡറിന്റെ കേസിൽ വർക്ക് പീസ് ഈസ് held in a work head that may be a chuck or a fixture, and the workpiece that can be swelled to grind tapered hole. That means work head can be swelled to grind tapered holes, and the grinding wheel that is attached in a spindle, and this spindle is attached to wheel head. Wheel head consists an in-house motor for rotating the grinding wheel. Grinding wheel can provide in-feed and also longitudinal transverse motion. ഇപ്പോൾ പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻ്റെ കേസിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത് ഒരു വർക്ക് ഹെഡിലാണ്. വർക്ക് ഹെഡിനെ രണ്ട് ഡയറക്ഷനിലേക്കും സ്വിവൽ ചെയ്യാൻ പറ്റും ടാപ്പേർഡ് ഹോൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രൈൻഡിങ് വീലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്പിൻഡിലുമായിട്ടാണ്. ഈ സ്പിൻഡിൽ വീൽ ഹെഡുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ഗ്രൈൻഡിങ് വീലിന് ഇൻഫീഡ് മോഷനും അതേപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡൽ ട്രാൻസ്വേഴ്സ് മോഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻസ് ഉള്ളത്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് യൂണിവേഴ്സൽ ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻസ്. ഇൻ ദ കേസ് ഓഫ് യൂണിവേഴ്സൽ ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻ, വർക്ക് ഹെഡ് ഈസ് മൗണ്ടഡ് ഓൺ എ ക്രോസ് സ്ലൈഡ്, so which enables a cross feed to the work head, and also the work head can be swelled through 90 degree. അതായത് യൂണിവേഴ്സൽ ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻ്റെ കേസിൽ വർക്ക് ഹെഡ് എന്ന് പറയുന്ന ഒരു ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഹെഡിന് ഒരു ക്രോസ് വൈസ് മോഷൻ കൊടുക്കാൻ പറ്റും. ദെൻ വീൽ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ ആൻഡ് സ്പിൻഡിൽ ഈസ് കണക്റ്റഡ് ടു ദ വീൽ ഹെഡ്. വീൽ ക്യാൻ പ്രൊവൈഡ് ഇൻഫീഡ് ആൻഡ് ഓൾസോ ട്രാൻസ്വേഴ്സ് മോഷൻ. Then third one are chucking internal grinder. See, in the case of chucking internal grinder, the workpiece is held in a reciprocating table. Upon the reciprocating table, the work head is located. ചക്കിംഗ് ഇന്റേണൽ ഗ്രൈൻഡറിന്റെ കേസിൽ വർക്ക് ഹെഡ് എന്ന് പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് ടേബിളിന്റെ മുകളിലാണ് ഫിക്സ് ചെയ്തിരുന്നത്. ആൻഡ് ദ വീൽ ഹെഡ് ഈസ് മൗണ്ടഡ് ഓൺ എ ക്രോസ് സ്ലൈഡ് ഓൺ ദ ബെഡ്. The work is moved towards and away from the wheel and also fed across it. So ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ചക്കിംഗ് ഇന്റേണൽ ഗ്രൈൻഡറിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, വർക്ക് പീസിനെ മൗണ്ട് ചെയ്തിരിക്കുന്ന വർക്ക് ഹെഡ് മൗണ്ട് ചെയ്തിരിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് ടേബിളിന്റെ മുകളിലാണ്. Then the work is moved towards and away from the wheel and also feed across it. Okay. Then നെക്സ്റ്റ് വൺ ഈസ് സെൻട്രലെസ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രലെസ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് എക്സാമിന് സാധാരണ ചോദിക്കാവുന്നതാണ്. സി, ദ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലെസ് ഇന്റേണൽ ഗ്രൈൻഡർ ഈസ് സിമിലർ ടു എക്സ്റ്റേണൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ. In centerless internal grinder, the workpiece is supported by 3 rollers, a pressure roll, supporting roll, and regulating wheel. These rollers support the workpiece also get rotated. See, this is the figure of centerless internal grinding machine. In the case of centraless internal grinding machine, the workpiece is supported by 3 rollers, pressure roller, supporting roller, and regulating wheel. And all these 3 rollers rotate the workpiece also.
See, all the three rollers, pressure rollers, supporting roller, and regulating wheel, rotate in the same direction. Workpiece and grinding wheel rotating in opposite direction. And the pressure roller that can be swung aside for loading and unloading the workpiece. And the grinding wheel and the regulating wheel are rotated in the same axis, and the grinding wheel that is connected to the spindle is connected to wheel head, and the grinding wheel and the wheel head that is mounted on a cross slide, and grinding wheel rotate as well as it reciprocate. So this is the working principle of centerless internal grinding machine. So centerless internal grinding machine case വർക്ക്പീസ് ഈസ് സപ്പോർട്ടഡ് ബൈ ത്രീ റോളേഴ്സ്. വർക്ക്പീസ് സപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് റോളേഴ്സ് ആണ്. പ്രഷർ റോളർ, സപ്പോർട്ടിംഗ് റോളർ, റെഗുലേറ്റിംഗ് വീൽ. സി റെഗുലേറ്റിംഗ് വീൽ ദാറ്റ് റൊട്ടേറ്റ് ദി വർക്ക്പീസ് ഡ്യൂ ടു ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ റെഗുലേറ്റിംഗ് വീൽ ആൻഡ് വർക്ക്പീസ്. പ്രഷർ റോളർ ദാറ്റ് ക്യാൻ ബി സ്വങ് എസൈഡ്. പ്രഷർ റോളറിനെ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് വർക്ക്പീസിനെ അൺലോഡ് ചെയ്തോ ലോഡ് ചെയ്യുന്നത്. ഈ മൂന്ന് റോളേഴ്സും റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണ്. വർക്ക്പീസും ഗ്രൈൻഡിംഗ് വീലും റൊട്ടേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഗ്രൈൻഡിംഗ് വീൽ ഗ്രൈൻഡിംഗ് വീൽ സ്പിൻഡിലുമായിട്ട് കണക്ട് ആയിരിക്കും. സ്പിൻഡില് വീൽ ഹെഡുമായിട്ട് കണക്ട് ആയിരിക്കും. വീൽ ഹെഡ് ഒരു ക്ലോസ് ലൈനിന്റെ മുകളിലാണ് മൗണ്ട് ഇരിക്കുന്നത്. സോ ഗ്രൈൻഡിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം തന്നെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ചെയ്യും. സോ വർക്ക്പീസിനുള്ള റോട്ടറി മോഷൻ റെഗുലേറ്റിംഗ് വീലിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി വർക്ക്പീസ് ആൻഡ് റെഗുലേറ്റിംഗ് വീൽ. So this is the working principle of the centerless internal grinding process. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഫിഗറിന് പകുതിയോളം മാർക്ക് ചെയ്യാനുണ്ടാവും. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then the last classification of internal grinding machines is the planetary internal grinding machines. See, in the case of planetary internal grinding machines are commonly used for heavy jobs, grinding internal hole of a heavy job like casting, forging, etc. Planetary internal grinding machines commonly use ചെയ്യുന്നത് heavy jobsന്റെ holes grind ചെയ്യാൻ വേണ്ടിയാണ്, which cannot be held in a grinding machine due to the large size. See, in the case of planetary internal grinding machine, the grinding wheel rotate and also the grinding wheel മൂവ് ഇൻ എ സർക്കുലർ പാത്ത് അറൗണ്ട് ദി വർക്ക്പീസ്. അതായത് പ്ലാനറ്ററി ഇന്റേണൽ ഗ്രൈൻഡിംഗ് മെഷീൻ്റെ കേസിൽ ഗ്രൈൻഡിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യും. ഗ്രൈൻഡിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഗ്രൈൻഡിംഗ് വീല് സർക്കുലർ മോഷനിൽ ഗ്രൈൻഡ് ചെയ്യുന്ന സർഫേസിലൂടെ മൂവ് ചെയ്യും. ദെൻ ഗ്രൈൻഡിംഗ് വീൽ ഒരു സ്പിൻഡിലുമായിട്ട് കണക്ട് ആയിരിക്കും. ആ സ്പിൻഡിൽ വീൽ ഹെഡുമായിട്ട് കണക്ട് ആയിരിക്കും. ആൻഡ് ഗ്രൈൻഡിംഗ് വീൽ ഓൾസോ ഹാവ് എ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ടു ഗ്രൈൻഡ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി വർക്ക് പീസ്. ഇപ്പോൾ പ്ലാനറ്ററി ഇന്റേണൽ ഗ്രൈൻഡിംഗ് മെഷീൻ്റെ മെയിൻ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ഗ്രൈൻഡിംഗ് വീൽ ഒരു സർക്കുലർ പാത്തിൽ ഓൾ അറൗണ്ട് ദി വർക്ക് പീസ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാനറ്ററി മോഷൻ. ഇത്രയാണ് ഇന്റേണൽ ഗ്രൈൻഡിംഗ് മെഷീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. സോ ഇന്റേണൽ ഗ്രൈൻഡിംഗ് മെഷീൻസിന് 5 ക്ലാസിഫിക്കേഷനാണുള്ളത്. പ്ലെയിൻ ഇന്റേണൽ ഗ്രൈൻഡർ, യൂണിവേഴ്സൽ ഇന്റേണൽ ഗ്രൈൻഡർ, ചക്കിംഗ് ഇന്റേണൽ ഗ്രൈൻഡർ, centerless internal grinder, and last one is planetary internal grinder. So next one is the fourth one, tool and cutter grinding machines. So നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിംഗ് മെഷീൻസ് ആണ്. ഗ്രൈൻഡിംഗ് മെഷീൻസിന് 4 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. സർഫസ് ഗ്രൈൻഡിംഗ് മെഷീൻ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിംഗ് മെഷീൻ, ഇന്റേണൽ ഗ്രൈൻഡിംഗ് മെഷീൻ ആൻഡ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിംഗ് മെഷീൻ. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിംഗ് മെഷീൻസ്. So tool and cutter grinding machines which are commonly used for grinding cutting tools like milling cutter, drill bit, single point, lathe tool, etc. Tool and cutter grinding machines commonly use ചെയ്യുന്നത് കട്ടിംഗ് ടൂൾസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെയ്ത്ത് ടൂള്, ഡ്രില്ല്, റീമർ, മില്ലിംഗ് കട്ടർ ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ കോമൺലി യൂസ് ചെയ്യുന്നത്. സി ദിസ് ഈസ് ദി ലൈൻ ഡയഗ്രാം ഓഫ് എ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ. ഇതാണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡറിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ വർക്ക് ഹെഡും വീൽ ഹെഡും വരച്ചിട്ടില്ല. ഇവിടെ ഒരു വർക്ക് ഹെഡ് ഉണ്ടാവും, ഒരു വീൽ ഹെഡ് അല്ല ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ദി കട്ടിംഗ് ടൂൾ. സി ഇതിൽ ബേസ് ആണ്. സി ബേസ് ഈസ് മേഡ് അപ്പ് ഓഫ് എ കാസ്റ്റ് ആൻഡ് ബോസ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻ ദി മെക്കാനിസം ഫോർ റെസിപ്രോക്കേറ്റിംഗ് ദി saddle as well as table. Saddle is moving and table is reciprocating.
സോ നെക്സ്റ്റ് മെയിൻ പാർട്ട് എന്ന് പറയുന്ന ടേബിൾ ആണ്. ടേബിൾ രണ്ട് ടേബിൾ ഉണ്ട്, അപ്പർ ടേബിൾ ഉണ്ട്, ലോവർ ടേബിൾ ഉണ്ട്. ലോവർ ടേബിൾ ഞാൻ കാണിച്ചില്ല. ദിസ് ഈസ് ദ അപ്പർ ടേബിൾ ആൻഡ് ദിസ് ഈസ് ലോവർ ടേബിൾ ആൻഡ് ദിസ് ഈസ് സാഡിൽ. സോ അപ്പർ ടേബിളിന്റെ മുകളിലാണ് ഹെഡ്സ് വർക്ക് ഹെഡും അതേപോലെ തന്നെ ടെയിൽ സ്റ്റോക്കും മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സി അപ്പർ ടേബിളിന് മുകളിലാണ് വർക്ക് ഹെഡ് അതേപോലെ ടെയിൽ സ്റ്റോക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പർ ടേബിളിന് രണ്ട് ഡയറക്ഷനും 10 ഡിഗ്രി സ്വിവൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി സ്വിവൽ ഇൻ ഐദർ ഡയറക്ഷൻ 10 ഡിഗ്രി. Then lower table that is reciprocating over the guideway provided in the saddle, and saddle that provide a crosswise motion towards the column and away from the column. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് കോളമാണ്. ടേബിളിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കോളം ഉണ്ട്, വെർട്ടിക്കൽ കോളം ഉണ്ട്. സോ വെർട്ടിക്കൽ കോളത്തിന് മുകളിലാണ് വീൽ ഹെഡ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വീൽ ഹെഡ് ദാറ്റ് ക്യാൻ ബി മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ ത്രൂ ദി വെർട്ടിക്കൽ കോളം. സോ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ്ങിൻ്റെ കേസിൽ വീൽ ഹെഡിൻ്റെ ഐദർ ടു സൈഡ് വീല് മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഈസ് എ സ്ട്രെയിറ്റ് വീൽ ആൻഡ് ദിസ് ഈസ് എ കപ്പ് ഷേപ്ഡ് വീൽ. സോ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് ടൂൾസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, ലെയ്ത്ത് ടൂള്, മില്ലിംഗ് കട്ടർ, റീമർ, ഡ്രില്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിംഗ് മെഷീൻ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഗ്രൈൻഡിംഗ് മെഷീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് സർഫസ് ഗ്രൈൻഡിംഗ് മെഷീൻ, cylindrical grinding machine, internal grinding machine and tool and cutter grinding machine. Okay. Then work holding in grinding machines. See, grinding machine work hold ചെയ്യാൻ വേണ്ടി commonly use ചെയ്യുന്നത് magnetic chucks ആണ്. Magnetic chuck which have a circular shape or rectangular shape. Temporary magnet ആണ് യൂസ് ചെയ്യുന്നത് commonly. When the current is passing, the solenoid will active and producing a magnetic flux. That magnetic flux will held the workpiece over the magnetic tape. Okay. So ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റേണൽ ഗ്രൈൻഡിങ് മെഷീൻസും അതേപോലെ തന്നെ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് മെഷീൻസ് അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിൻ്റെ ഗ്രൈൻഡിങ് മെഷീൻസ് ആണ്. താങ്ക് യു.